നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുന്നത് ഒരു ടെക്നിക്കൽ ഗ്രാജുവേറ്റ് ആയ, അതായത് ബി ടെക് അല്ലെങ്കിൽ ME MTech MSc MCA പോലെയുള്ള കോഴ്സുകൾ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി സീഡാക്ക് നൽകുന്നു. സീഡാക്കിനെ കുറിച്ച് ഓൾമോസ്റ്റ് നിങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിനും അറിയാം എന്ന് ഞാൻ കരുതുന്നു. അതായത് കേന്ദ്ര ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ മിനിസ്ട്രിയുടെ നേരിട്ടുള്ള കീഴിൽ വരുന്ന സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്. ഈ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഫോർ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് സീഡാക്ക് എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും സീഡാക്കിന് ഓപ്പറേഷൻ ഉണ്ട്. അവരുടെ ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ അവരുടെ ഫെസിലിറ്റികൾ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് സീഡാക്കിന് ഒരു ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൽ എല്ലാം കൂടെയായി 729 ഓപ്പർച്യൂണിറ്റീസാണ് ഉള്ളത്. അത് പ്രോജക്റ്റ് സ്റ്റാഫ് എന്നുള്ള പേരിലുള്ള ഓപ്പർച്യൂണിറ്റീസാണ് ഇപ്പം അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ 729 പ്രോജക്റ്റ് സ്റ്റാഫ് ഓപ്പർച്യൂണിറ്റീസ് ഈ ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഉപയോഗിക്കാം എന്നുള്ളതായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതിന് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയും. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സീഡാക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ വളരെ വർഷങ്ങളായി പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്ട്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനമാണ്. ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്ന് പറയാം. അപ്പോൾ ഇവരെ സംബന്ധിച്ച് 729 പ്രോജക്റ്റ് സ്റ്റാഫിനെയാണ് അവർ പുതിയതായി അവരുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ അവരുടെ ഓർഗനൈസേഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഇതിൽ 19 ഒഴിവുകൾ തിരുവനന്തപുരത്ത് തന്നെയാണ്. സീഡാക്ക് ട്രിവാൻഡ്രത്ത് തന്നെ 19 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ അവസരങ്ങൾക്ക് BE-കാർക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ BTech-കാർക്ക്, അതുപോലെ ME ആൻഡ് MTech മാസ്റ്റേഴ്സ് ഇൻ എഞ്ചിനീയറിംഗ്, മാസ്റ്റേഴ്സ് ഇൻ ടെക്നോളജിക്കാർക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ MSc-കാർക്കും MCA-കാർക്കും അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പോൾ ഇതിൽ ഓരോ ലൊക്കേഷൻസിലും അല്ലെങ്കിൽ ഓരോ മേഖലകളിലുമായി ഉള്ള അവസരങ്ങൾ ഞാൻ ഒന്ന് പറയാം. ആദ്യം തിരുവനന്തപുരത്ത് സീഡാക്കിൻ്റെ ഈ ഓപ്പർച്യൂണിറ്റീസ് ഞാനിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ 19 ഒഴിവുകളിൽ ഏതൊക്കെയാണ് ഉള്ളത് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം. ഒന്നാമത് പ്രോജക്റ്റ് അസോസിയേറ്റ് എന്ന് പറയുന്ന ഒരു അവസരമുണ്ട്. അത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതൊരു മികച്ച ഓപ്പർച്യൂണിറ്റിയാണ്. സീഡാക്ക് പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു BTech കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും മികച്ച അവസരം എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇതിൽ വാർഷിക ശമ്പളം ഏതാണ്ട് 3.6 lakhs ആണ് അവരുടെ വാർഷിക ശമ്പളമായിട്ട് പറയുന്നത്. BE BTech ഇക്വലൻസി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ 30 വയസ്സ് കവിയാത്തവർക്ക് ആണ് ഈ അവസരം ഉള്ളത്. അപ്പോൾ ഇത് തിരുവനന്തപുരത്തെ ഓപ്പർച്യൂണിറ്റിയാണ്, പ്രോജക്റ്റ് അസോസിയേറ്റ് ഓപ്പർച്യൂണിറ്റി. അതുപോലെ തന്നെ പ്രോജക്റ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് എക്സ്പീരിയൻസ്ഡ് ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് 5.4 lakhs പെർ ആനം സാലറി ഉണ്ട്. 5.4 ലക്ഷം രൂപ വർഷം CTC ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളുടെ ഏത് സബ്ജക്റ്റാണോ അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അങ്ങനെ ഓരോ സബ്ജക്റ്റുകളിൽ BE അഥവാ BTech ഉള്ള ഒരാളായിരിക്കണം. 45 വയസ്സിനുള്ളിൽ പ്രായം ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ പ്രോജക്റ്റ് എഞ്ചിനീയർ പൊസിഷനിൽ പറഞ്ഞേക്കുന്നത്. പിന്നെ പ്രോജക്റ്റ് എഞ്ചിനീയർ എക്സ്പീരിയൻസിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അതുകൂടാതെ പ്രോജക്റ്റ് എഞ്ചിനീയർ ഫ്രഷർ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് വാർഷിക ശമ്പളം ഏതാണ്ട് 5.4 lakhs തന്നെയാണ്. BE BTech ഇക്വലൻസി ഉള്ള 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന ഓപ്പർച്യൂണിറ്റിയാണത്. പ്രോജക്റ്റ് എഞ്ചിനീയർ എന്നുള്ള ഓപ്പർച്യൂണിറ്റി, അതും ഫ്രഷർ ഓപ്പർച്യൂണിറ്റിയാണ് അതുമുള്ളത്. പിന്നെ ഉള്ളത് പ്രോജക്റ്റ് മാനേജർ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിൽ വാർഷിക ശമ്പളം ഏതാണ്ട് 12 ലക്ഷം മുതൽ 22 ലക്ഷം വരെ വാർഷിക ശമ്പളം ഓഫർ ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിൽ BE BTech ഇക്വലൻ്റ് ആണ്, അല്ലെങ്കിൽ ME MTech മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവരെ കൂടിയാണ് അവർ ആ ഡൊമൈനിലേക്ക് നോക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഏതാണോ നിങ്ങളുടെ കൺസേൺഡ് സബ്ജക്റ്റ് അതിലുള്ളൊരു PG MCA-കാർക്കൊക്കെ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് 9 മുതൽ 15 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഈ ഒരു മേഖലയിൽ ഇവർ നോക്കുന്നത്, പ്രോജക്റ്റ് മാനേജർ പൊസിഷനിലേക്ക്. അപ്പോൾ ശമ്പള സ്കെയിൽ വളരെ കൂടിയതാണ് എന്ന് മനസ്സിലാക്കുക. ഒരു 56 വരെ വയസ്സുള്ളവർക്ക് വേണമെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ സീനിയർ പ്രോജക്റ്റ് എഞ്ചിനീയർ എന്ന ഓപ്പർച്യൂണിറ്റിയും തിരുവനന്തപുരത്ത് തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വാർഷിക ശമ്പളം ഏതാണ്ട് 8.49 lakhs മുതൽ 14 lakhs വരെ ഉണ്ട്. അപ്പോൾ അതിൽ BE BTech അല്ലെങ്കിൽ MTech അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻസി എന്തെങ്കിലും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം.
ഇതിൽ PG ഉള്ളവരെയാണ് കൂടുതൽ നോക്കുന്നത്. 4 മുതൽ 7 വർഷം വരെ എക്സ്പീരിയൻസ് കൺസേൺഡ് മേഖലയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതും 40 വയസ്സ് വരെ ഉള്ള ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും അവസരം തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് ലഭ്യമാണ് CDAC-ൻ്റെ ഫെസിലിറ്റിയിൽ. ഇത് കൂടാതെ മറ്റ് സെൻറ്റേഴ്സിലും ഇവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിൽ ചെന്നൈയിൽ പ്രോജക്റ്റ് അസോസിയേറ്റ് വേക്കൻസി ഉണ്ട്, അതുപോലെ ബാംഗ്ലൂരുവിൽ പ്രോജക്റ്റ് എഞ്ചിനീയർ വേക്കൻസി ഉണ്ട്, ഡൽഹിയിലും പ്രോജക്റ്റ് എഞ്ചിനീയർ വേക്കൻസീസ് അവൈലബിൾ ആണ്, ഹൈദരാബാദിൽ പ്രോജക്റ്റ് അസോസിയേറ്റ് ഫ്രഷർ വേക്കൻസീസ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ മൊഹാലി, മുംബൈ, നോയിഡ, പൂനെയിലൊക്കെ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ, പ്രോജക്റ്റ് എഞ്ചിനീയർ, പ്രോജക്റ്റ് അസോസിയേറ്റ് തുടങ്ങിയ മേഖലകളിലെ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. സിൽച്ചറിലും ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. ഇത് CDAC-ൻ്റെ വെബ്സൈറ്റിലൂടെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതിൽ കയറി ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 20th ഫെബ്രുവരി 2025. ഫെബ്രുവരി 20-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അതുകൊണ്ട് ആ ഡേറ്റിനുള്ളിൽ തന്നെ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഓപ്പർച്യൂണിറ്റിയിലെ ഏറ്റവും മികച്ച ഒരു അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത് എഞ്ചിനീയറിംഗ് മേഖലയിൽ അല്ലെങ്കിൽ MCA ഈക്വലൻ്റ് ആയിട്ടുള്ള മേഖലകളിൽ അല്ലെങ്കിൽ MSc പോലെയുള്ള ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാംസ് ചെയ്ത കുട്ടികളിൽ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളിൽ ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാനുള്ള പറ്റുന്ന ഒട്ടനവധി ഓപ്പർച്യൂണിറ്റി ഇതിലുണ്ട്. അപ്പോൾ ഫ്രഷേഴ്സ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ആകർഷണീയത. ഞാൻ ഇടുന്ന പല വീഡിയോസിലും ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, ഫ്രഷേഴ്സിന് പറ്റുന്നതുണ്ടോ? ഇത് എഞ്ചിനീയറിംഗ് മേഖലയിലെ ഫ്രഷേഴ്സിന് പറ്റുന്ന ഏറ്റവും മികച്ച ഒരു കേന്ദ്ര സർക്കാർ സംവിധാനത്തിൻ്റെ കീഴിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഒട്ടും വിട്ടുകളയേണ്ട, ഫെബ്രുവരി 20-നുള്ളിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി ആ സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എല്ലാ ദിവസവും തൊഴിലവസരങ്ങളുമായി, എഡ്യൂക്കേഷണൽ അപ്ഗ്രേഡുമായി, പ്രൊഫഷണൽ അപ്ഗ്രേഡുമായി ബന്ധപ്പെട്ട വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങളിലേക്ക് നേരിട്ട് എത്തുന്നതാണ്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.